കണക്കിന് ഫൺ. ഞാൻ നിങ്ങളുടെ റേഡിയോ ജോക്കി ആർജി ശൂഷൻ. മലയാളികളുടെ സ്വന്തം ഓണം വരവായി. നമ്മൾ ഏത് ലോകത്ത് ജീവിച്ചാലും മലയാളം മറക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ വെച്ച് തരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ വെച്ച് തരാൻ ഞാൻ റെഡിയാണ്. 10 കണക്കിന് ഫൺ. ചെമ്പകമൊട്ടിനൊരുമ്മ കൊടുക്കാൻ പൊന്തിരുവോണം ഒരുങ്ങി വരും. എന്നാ ഒന്ന് നോക്കട്ടെ. ചിങ്ങനിലാവിൽ ഹലോ, അതെ, ഈ കിലോ കണക്കിന് പാട്ട് വെച്ചു കൊടുക്കുന്ന പരിപാടിയുടെ ആൾക്കാരല്ലേ? ഓ നോ നോ, ഇത് 10 കണക്കിന് ഫൺ. നിങ്ങൾ ആവശ്യപ്പെട്ട മലയാള ഗാനങ്ങൾ. അത് തന്നെ, ആ പാട്ട് പരിപാടി. അതെ കൊച്ചേ, ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു പാട്ട് വെച്ച് തന്നേ. ഓ മൈ ഗോഡ്, നല്ലൊരു കുടുംബിനെയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ദാ അടിച്ച് പൊളിച്ചോളൂ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇത്തവണത്തെ ഓണത്തിന് ഒരു സൂപ്പർ സോങ്, 10 കണക്കിന് ഫൺ. ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്. ഓ, വെച്ചിട്ട് പോടി അവിടെ ഒരു പാട്ട്. എടിയേ, ആ ഓണസദ്യ ഒന്ന് വിളമ്പിയിരുന്നെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാമായിരുന്നു. ഓ ഓ, എന്തൊരു വിശപ്പാ. ഓ, നല്ല ഇൻട്രസ്റ്റിംഗ് റീല് കണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്നുള്ള സൂക്കേടാ. ഹലോ, എന്താ മനുഷ്യ ഇത്? എവിടാ? ഓണമായിട്ട് വീട്ടിലിരിക്കില്ല, അലഞ്ഞു തിരിഞ്ഞ് തെക്ക് വടക്ക് നടന്നോളും. ഇങ്ങോട്ട് വരുന്നില്ലേ? വന്നിട്ട് അരമണിക്കൂർ ആയടി. ആ ഫോണിൽ നിന്നൊന്ന് കണ്ണെടുത്ത് നോക്കിയേ, എന്നെ മുന്നിൽ കാണാം. അയ്യോ, ഇതെപ്പ എത്തി? ഡാ ബോബാ, നീ മോളിയേ. സദ്യ ഇപ്പൊ എടുത്തു വെച്ചേക്കാം. ഒരു 10 മിനിറ്റ്. 10 മിനിറ്റോ? പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. വീണ്ടും ദേവാസുരം. മുഴുനീള പരസ്യങ്ങൾക്കിടയിൽ കുറച്ച് സിനിമ കണ്ടെങ്കിലായി. ഓ ശരി, യോഗ എങ്കിൽ യോഗ. ഒരു സദ്യ കഴിക്കാനുള്ളതല്ലേ? ആരോഗ്യ പരിപാലന അച്ചാഹെ. ശീർഷാസനം വരെയെങ്കിലും ഒന്ന് എത്തിക്കണം. അതെ, ഈ പായസത്തിന്റെ ടേസ്റ്റ് നോക്കിക്കേ. എന്റെ സ്പെഷ്യൽ ഹൈ പ്രോട്ടീൻ തവിട് പായസമാ. ഡേ മോളെ, അപ്പനാ ചൂട് പായസം കുറച്ചൊരു കപ്പിൽ കൊണ്ടു കൊടുക്ക്. കുറച്ച് ആ ബോബനൂടെ കൊടുക്ക്. ബോബൻ പായസം ഒന്നും കുടിക്കില്ലമ്മേ. അതെ, ബോബനിപ്പോ ബോബ ഡ്രിങ്കേ ഇറങ്ങൂ. പായസം അവിടെ വെച്ചേക്ക്. അയ്യോ മോളി, ഡി അവസത്തെ. അയ്യോ അയ്യോ, നിന്റെ ഒരു ഹൈ പ്രോട്ടീൻ തവിട് പായസം എന്റെ യോഗാസനം തവിടാക്കിയല്ലോടി. കർത്താവേ, അയ്യോ. പ്രസിഡന്റ് ചേട്ടനും ചേട്ടത്തി മരുന്നെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞില്ല, അവരിങ് എത്തി. ആ കയറുവാ. എന്താ ഒരു വശപ്പശക്? വക്കീൽ സാർ ഒന്ന് കേട്ടെ. കാര്യം ഇപ്പോ ഞാൻ എക്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും മോഹൻ പ്രസിഡന്റ് ആവാനുള്ള ആളല്ലേ ഞാൻ. അപ്പൊ അതിന്റെ ചെറിയ എന്തെങ്കിലും ഒരു ബഹുമാനം ഇവൾ എനിക്ക് തരണ്ടേ? മോഹൻ പ്രസിഡന്റോ? അതിമോഹമാണല്ലോ പ്രസിഡന്റ്. അതെ, നോക്കിക്കൊണ്ടിരുന്നോ. നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കാൻ അറിയോ? മോഹൻ പ്രസിഡന്റ് ആവണേലേ മിനിമം ഒരു 500 പേർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ അറിയണം. പോട്ടെ, നിങ്ങൾക്കൊരു പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാൻ അറിയുമോ? അതും പോട്ടെ, 10-70 പിള്ളേരെ വെച്ച് ഒറ്റയ്ക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ? പറ്റുമോന്ന്? നിങ്ങളൊക്കെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആരേലും ആയിക്കോ, പക്ഷേ നമ്മുടെ മോളിക്ക് ഒരു നല്ല സണ്ണിലോയെ കണ്ടുപിടിച്ചിട്ട് വേണം അവൾക്കേലും നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ. സണ്ണി ലിയോണിനെ കണ്ടുപിടിക്കാനോ? അതെന്ത്? എന്റെ വായിരിക്കുന്ന വല്ലോ നിങ്ങൾ കേൾക്കും കേട്ടോ. ഓ, എന്തോ പറയാനാ കേട്ടോ വക്കീൽ സാറേ. ഇവളുടെ സാരികൾക്കുള്ള ബഹുമാനം എങ്കിലും ഇവൾ എനിക്ക് തന്നിരുന്നേ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ഉദ്ദേശിച്ചേ? എന്തോ പറയാനാ, എപ്പോ ഇവളുടെ അലമാര തുറന്നാലും ഒരു 5-6 സാരിയെങ്കിലും എന്റെ കാൽക്ക് വീഴും.
ആ ബഹുമാനം ഓർത്ത് പറഞ്ഞെന്നേ ഉള്ളേ. അതൊക്കെ പോട്ടെ, എന്റെ പായസം എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? അടിപൊളി. ആ സൂപ്പർ ആയിട്ടുണ്ട്. എന്നിട്ട് ബോബൻ പറയുവാ വായി വെക്കാൻ കൊള്ളൂലെന്ന്. എടിയേ, അതെ, അവൻ കല്യാണം കഴിച്ചില്ലല്ലോ. കല്യാണം കഴിച്ചിട്ട് ആ പായസം കഴിച്ചിരുന്നേൽ ഒരിക്കലും അങ്ങനെ കൊള്ളൂലെന്ന് പറയില്ല. എനിക്ക് പായസം വേണ്ട, കല്യാണം വേണ്ട. ഞാൻ സന്യാസി ആവാൻ പോവാ. അതെന്താടാ, നിനക്ക് പെട്ടെന്ന് ബുദ്ധി വെച്ചോ? നമുക്ക് ബുദ്ധി ഉണ്ടാവണമെന്നൊന്നുമില്ല. ബുദ്ധി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും മതി. പിന്നെ അവൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു കാണും. അതെ, ചാറ്റ് ജിപിടി പറയുന്നത് സന്യാസി ആയാൽ പുലിത്തോലിന്റെ പുറത്ത് കിടന്നാ മതി. പക്ഷെ ഭർത്താവാകുമ്പോൾ പുലിയുടെ കൂടെ കിടക്കേണ്ടി വരുമെന്നാ. അപ്പൊ സേഫ് സന്യാസി ആവുന്നതാ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയ നിർമ്മിതി ബുദ്ധി ഇനി ആന പിടിച്ചാ വരുവോ? അത് കൊള്ളാം. പോയ ബുദ്ധി ആന പിടിച്ചാന്ന് കേട്ടിട്ടുണ്ട്. എന്തുവാടാ കൊച്ചനെ ഈ നിർമ്മിത ബുദ്ധി? അതാ ചേട്ടത്തി ഇംഗ്ലീഷിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ, എല്ലാരും കൈ കഴുകി ഇരുന്നാട്ടെ, സദ്യ റെഡി. അല്ല, നമ്മുടെ അപ്പിയും കൂട്ടരെയും കാണാനില്ലല്ലോ. സദ്യക്ക് മുന്നേ എത്തുമെന്ന് പറഞ്ഞിരുന്നതാ. ഓ, അവൻ വല്ല പെമ്പിള്ളാരുടെയും കൂടെ തിരുവാരം കളിച്ച് നടക്കായിരിക്കുന്നേ. അതെ അതെ. അമ്മച്ചി, ഞങ്ങൾ ഇറ്റലി അമ്മായിയുടെ വീട്ടിലോട്ട് പോവാ. മൊട്ടയും പരിഷ്കാരി പയ്യനും അവിടെ കാണും. പോകുന്നതൊക്കെ കൊള്ളാം, വൈകിട്ട് വേഗം വന്നോണം. ഇന്ന് സ്ലീപ്പ് ഓവർ ഒന്നും വേണ്ട. ശരി. വാ, നമുക്ക് സദ്യ കഴിക്കാം. വാ. മനസ്സിൽ നഷ്ടബോധം തോന്നി തുടങ്ങിയ പിന്നെ ഒഴിക്കുന്നതൊക്കെ ലാർജായിരിക്കാനിയാ. അതുകൊണ്ട് ഓൺലി വൺ സ്മാൾ ടച്ചിങ്സ് ആയിട്ട് കുറച്ച് KFC. ആശാനെ, നമ്മളൊന്ന് പൊളിക്കൂട്ടാ. അതെ, നമ്മൾ കുറെ കടലത്തൊലി പൊളിക്കും. KFC എന്ന് വെച്ചാ കടലയ്ക്ക ഫ്രൈ ചെയ്തത് KFC. കേൾക്കുമ്പോ ഒരു ഗുമ്മിന് പറഞ്ഞതല്ലേ. അളിയ, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് തലയ്ക്ക് വെളിവില്ലാത്ത മറ്റൊരു ചങ്കിനെ കിട്ടുന്നത്. ഡാടാ, നിന്റെ ഷെയർ ഗൂഗിൾ പേ ചെയ്തേ. ഇപ്പൊ തന്നെ. നിന്നോട് കൂടാ പറഞ്ഞത്. അളിയ, ഇങ്ങോട്ട് നോക്കി, എന്റെ 6 ഡിജിറ്റ് പിന്ന് ഇൻവാൾവ് കാണിക്കുന്നു. 2 ഡിജിറ്റ് ബാങ്ക് ബാലൻസ് ഉള്ള ഇവനൊക്കെ 6 ഡിജിറ്റ് പിൻ. കാലം പോയ പോക്കെ. അടിയളിയ, പെണ്ണ് തരുന്ന ജ്യൂസിനേക്കാളും സേഫാടാ ചങ്ക് തരുന്ന സ്മാൾ. ഇന്നാ പിടി അടിയളിയ. ഹലോ, ഐ എം പ്രഗ്നന്റ്. ഹലോ, പ്രഗ്നന്റ്? ഐ ആം അപ്പി ഹിപ്പി. പ്രഗ്നന്റ് എവിടുന്നാ വിളിക്കുന്നേ? Hey, don't play with me, okay? I am pregnant and you are responsible. സോറി, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ. ഐ ആം അപ്പി ഹിപ്പി. അയ്യോ, സോറി ചേട്ടാ, റോങ് നമ്പർ. ഷടാ സില്ലി ഗേൾ. കുട്ടിയുടെ ഇൻസ്റ്റ ഐഡി തരുമോ? കുട്ടി, നമ്മുടെ ഹണിമൂൺ ഹവായിലാക്കിയാലോ? കണ്ടിട്ട് ഹണിമൂൺ ട്രിപ്പേ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലായിരിക്കുമെന്നാ തോന്നുന്നേ. ഡേ, ഞങ്ങളൊരു ജിം ഉദ്ഘാടനത്തിന് പോകുന്ന വഴിയാ. ഞങ്ങളെ ശല്യപ്പെടുത്താതെ മിണ്ടാതെ മാറി നടന്നോണം.
ഇല്ലെങ്കിൽ താൻ വിവരം അറിയവിടോ. അതെ തീർന്ന്. ഇനി അവനെ കിട്ടുകയല്ല. ആ പോകുന്ന കിരി റോസിന്റെ ആരുവാ? ആരായാലും കണ്ടിട്ട് വെച്ച് കെട്ടിയതാണോ അതോ കെട്ടിവെച്ചതാണോ എന്നൊരു കൺഫ്യൂഷൻ. അലിയ, അത് കെട്ടി വെച്ചതോ അതോ വെച്ച് കെട്ടിയതോ അതോ കെട്ടിച്ച് വിട്ടതോ എന്തേലും ആട്ടെ, ഹൂ കേസ്. നീ ആ അപ്പി കാണുന്നതിന് മുമ്പ് ഒരു പെഗ്ഗിങ് ഒഴിച്ചേ. അതെന്താ അവൻ അവക്കാഡോ ഫ്രൂട്ട് പൊക്കി കാണിക്കുന്നത്? അത് നിനക്ക് മനസ്സിലായില്ലേ? ആ കൊടുത്ത ഫ്ലൈങ് കിസില്ലേ, അത് ഇവക്കല്ല, അവക്കാഡോന്ന. അമ്പട കേമാ. താണ്ടെ, ആ 4 വെട്ടുക്കിളികളും കൂടി വരുന്നുണ്ട്. നമുക്ക് സ്കൂട്ടായേക്കാം. മോനെ, നീ ഓണസദ്യ കഴിച്ചോ? ഇറ്റലിയിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇലയിട്ട പാസ്ത വിളമ്പി, കൂടെ പിസയും കിട്ടി. ഞങ്ങളും പിന്നെ ജർമ്മനി ആന്റി എല്ലാരും കൂടെ സൂം കാളിൽ സദ്യയുണ്ട്. ഇവിടെ 5G റിസപ്ഷൻ കുറവാ. ഇൻസ്റ്റാ ലൈവ് എപ്പോഴും ബഫറിംഗ്. അപ്പൊ നീ പൂക്കളൊന്നും ഇട്ടില്ലേ? പിന്നെ അതൊക്കെ ഇന്നലെ ഇട്ടു. ഇപ്പൊ എന്തൊക്കെ പൂക്കളും ആപ്പുണ്ട്. നോ ഫ്ലവർ പിക്കിംഗ്, നോ ക്ലീൻ അപ്സ്. I like the one with the glitter filter. ഐഷ ആര്യത്തിന്റെയും മൂർത്തിയുടെയും അച്ഛനെ പൊടുത്തോടെ വായിക്കട പോട്ടെ. അയ്യോ, ഇത് ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെന്നാ. ആണ്. പിന്നെ ഓണാക്കി ഓണാക്കി. നീ എവിടെ ഓണാക്കി ഇരുന്നു? ഓണാക്കി നല്ല ഓണക്കിറ്റിനായി എന്ന് വായിക്കണം മൊട്ടെ. അതെ, ഓണക്കിറ്റിനായി ഈ ലിങ്കയിൽ ക്ലിക്ക്. മോളി, അവൻ വായിച്ച് കാട് കയറി മുന്നേ നീ എടുത്ത് വായിക്ക്. അയ്യോ, ഓണക്കിറ്റിനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നാ. ഇനി മതി, നിർത്തിക്കോ നിന്റെ ഒരു വായന. അയ്യോ മാവേലി, എന്താ വരാൻ വൈകിയേ? വാട്ട് ഈസ് മാറ്റർ? ഇനി US വിസിറ്റിംഗിനിടെ വല്ല ഐസുകാര് പൊക്കിയോ? പിന്നെ പൊക്കിയ അവര് വിവരം അറിയും. എത്ര സെഞ്ചുറീസ് ആയാലും മാവേലി സെയിം ലുക്ക്, സെയിം ഫിറ്റ്. ഹലോ, 10,000-2000 വർഷമായിടാ ബോബ ഞാൻ പാതാളത്തിൽ ചെന്നിട്ട്. ഇതിനിടയിൽ മൗണ്ടൻ ഹൗസ്, ട്രേസി തുടങ്ങിയ US പല സ്ഥലത്തും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും എനിക്ക് ഒരു വിസയുമില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കിരീടവും മുത്തുക്കുടയുമായി സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്നിറങ്ങുമ്പോ മഹാബലി പഴയ മഹാബലി തന്നെയാടാ. അയ്യോ തമ്പുരാനെ, അതെ, US കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. മാവേലി പാതാളത്തിലെ ഡാർക്ക് വെബിൽ കൂടി എല്ലാം അഡ്വാൻസായി അറിയുന്നുണ്ടാവില്ലേ? ഇല്ലടാ മക്കളെ, എല്ലാം ഓക്കെയാണ്. കാലം മാറി, മനുഷ്യരാശി ആകെ മാറി. നിങ്ങളൊക്കെ ന്യൂജൻ പിള്ളേരായി. പരസ്പരം കാണുന്നത് സൂമിൽ, സദ്യ ഉണ്ണുന്നത് റീൽസിൽ. എന്റെ കൂടെ ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ സ്റ്റോറിയാക്കാൻ മാത്രമാണ് ഇപ്പോൾ മത്സരം. പൂക്കളം പോലും ആപ്പിലായി. ഞാൻ ഓർത്തുപോവുകയാണ്, ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്കറിയുമോ അന്നത്തെ ആ നല്ല കാലം? തൊടിയിലെ തുമ്പയും മാവിലെ മാങ്ങയും, തോട്ടിലെ മീനും പറമ്പിലെ തുമ്പിയും. ഓ, അന്നത്തെ ആ നല്ല നാളുകൾ.
എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഒരുമയും സന്തോഷവുമാണ് ഓണം. അതിന് ആപ്പില്ല, അപ്ഡേറ്റുമില്ല മക്കളെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. മൂഡ്, 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 ഹാൻസിൻ മൂഡ്, കോടസ് മൂഡ്, കോളേജ് മൂഡ്, മോഹൻ മൂഡ്.